ഹലോ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് ബീൻ 8 മാസം ഗൈസ്. ഐ ആം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ ചെയ്ത് വന്നപ്പം ഐ തിങ്ക് കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. സോ പോയി കണ്ടിട്ട് വരും. അതിൻ്റെ മുന്നേ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിലും ഇനി ഇതിൻ്റെ മുന്നേ കണ്ടിക്കുന്നെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ മേക്കപ്പ് ഇടുന്ന വീഡിയോയിൽ ലെൻസ് ഉണ്ടാവില്ല. ലെൻസ് ഞാനിപ്പോൾ കുത്തിക്കയറ്റാണ്. ഓക്കെ, സോ കണ്ടുവരി. സോ ഗായ്സ്, നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ആദ്യം തന്നെ ലിപ് ബാം. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സംഭവം ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസിങ് ടോണർ ലോഷൻ ടോണിക് ഹൈഡ്രേറ്റ് എന്തോ ഒരു സംഭവമാണ്. സോ ഈ ഒരു സംഭവം അല്ലാണ്ടില്ലേ എൻ്റെ ഫേസ് ഇപ്പം ഇങ്ങനെയെങ്കിലും നിൽക്കുന്നില്ലേ, ഇത് നിൽക്കില്ല. കാരണം എൻ്റെ ഫേസിന് ഇത് വേണം. എന്താണെന്ന് എനിക്കറിയില്ല. ഈ സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ഫേസ്, അല്ലാണ്ട് എൻ്റെ ഫേസ് ചെറ്റയാണ്, ചെത്ത. ആൻഡ് നെക്സ്റ്റ് ഈ മോയ്സ്ചറൈസർ. ഇത് ഓൾമോസ്റ്റ് തീർന്നിക്കണേ. ബട്ട് നമ്മൾ ഇനിയും ഇത് മാക്സിമം എടുത്തിട്ട് ഇതിൻ്റെ ആത്മാവ് വരെ പുറത്തെടുക്കും. കാരണം ഇറ്റ്സ് എക്സ്പെൻസീവ്. ആൻഡ് നമുക്കിപ്പോൾ കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ വീഡിയോ എടുക്കാനാണ് ഒരുങ്ങുന്നത്. കുറച്ചൊക്കെ മോയ്സ്ചറൈസ് ആയി നിന്നാൽ മതി. പിന്നെ ഓൾസോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് ഇട്ടിക്കണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്താ വെച്ചാൽ ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഗ്ലോ ഒക്കെ വരും. നല്ല രസം ഉണ്ടാവും കാണാൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഗ്ലോസി വേണ്ട. ഗ്ലോസി ആണെങ്കിൽ മാസിൻ്റെ ഒരു പ്രൈമറാണ് ഇടുക. മാറ്റ് വേണമെങ്കിൽ മാറ്റ് ഫിനിഷ് ഉള്ള മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ ഈ ബാ കോസ്മെറ്റിക്സിൻ്റെ എടുക്കാം. കാരണം എൻ്റെ പേഴ്സണൽ യൂസിനൊന്നും ഞാൻ എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യലില്ല എന്നുള്ളതാണ്. ഏറ്റവും ചീപ്പാണ് ഞാൻ യൂസ് ചെയ്യുക. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബൈ ദ വേ. ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളി, ഞാൻ വരാം. ബിസിനസ്. സോ നമുക്കില്ലേ ശരിക്കും നല്ല മേക്കപ്പിൻ്റെ ഐ മീൻ നല്ലൊരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും വലിയ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നില്ല. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ മാൾസൊക്കെ എന്ത് ചീപ്പാണ്, പക്ഷേങ്കിൽ ഓരോ പ്രൊഡക്ട്സൊക്കെ എന്ത് അടിപൊളിയാണ്. ലിപ്സ്റ്റിക്സ്, ഫൗണ്ടേഷന്, കൺസീലർ, ഐ ഷാഡോ പാലറ്റ്സ് എല്ലാം അടിപൊളിയാണ്. സോ നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കളർ കറക്റ്റിംഗ് ചെയ്യും. അത് ഞാൻ എടുക്കുന്നത് നൈക്കിൻ്റെ ഈ ഒരു പാലറ്റാണ് കേട്ടോ. സോ നമുക്ക് കളർ കറക്റ്റിംഗ് ചെയ്യാൻ അധികമൊന്നുമില്ല. ഒരു മിനിറ്റ്, എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ വെറുതെ. മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. സോ ഞാൻ ഇതിൽ യൂസ് ചെയ്യണത് ഇതാ ഈ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. കാരണം അൽഹംദുലില്ലാ മാഷാ അല്ലാ എനിക്കങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഇല്ല. കാരണം ഉറക്ക് അതെനിക്ക് മസ്റ്റാണ്. ഇനി രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഉറങ്ങിയിട്ട് ഞാൻ ക്ഷീണം മാറ്റിയിട്ട് ബാക്കി പരിപാടിക്കൊക്കെ പോവും. ആൻഡ് ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ ഫോണിൽ കളിക്കൂ. സോ ഉറക്ക് കിട്ടായിട്ട് എനിക്കങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരില്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ ബ്ലെൻഡർ ഒന്ന് തപ്പി എടുത്തിട്ട് വരാം. കിട്ടേ. സോ നമ്മൾ കുറേ നേരത്തെ തപ്പലിന് ശേഷം ഈ ഒരു ബ്ലെൻഡർ മാത്രം കിട്ടിയോണ്ട് കൺസീലർ, ഫൗണ്ടേഷൻ, കളർ കറക്റ്റർ എല്ലാം ഇതിനെക്കൊണ്ട് തന്നെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും എനിക്ക് ഇതിനൊക്കെ വേറെ വേറെ സാധനം ഉണ്ട് കേട്ടോ. സോ ഇനി ഫൗണ്ടേഷൻ ആണ്. സോ ഞാൻ ഡെയിലി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം ടിൻ്റാണ് കേട്ടോ, സ്കിൻ ടിൻ്റാണ് നോർമലി യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ല മേക്കപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫൗണ്ടേഷൻ എടുക്കുക. ഇത് PSൻ്റെതാണ്. ഇതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. സോ നമുക്കിതിലേക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡുള്ള ഈ ഒരു ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു വലിയ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് 8 മാസം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. 8 മാസം. നിങ്ങളൊന്ന് നോക്കണം. എൻ്റെ ഒരു മടി എന്ന് പറഞ്ഞാൽ ചില്ലറ മടിയല്ല ഗൈസ്. ഈ മടി പോകാൻ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരി. മടി പിടിച്ച് ഇരിക്കാനും ഇഷ്ടമാണ്. നല്ല മടി പിടിച്ച് ഇരുന്നാലേ എങ്ങോട്ടും എത്തിയില്ല നമ്മൾ. പിന്നെ മടി പിടിച്ച് എപ്പോഴും ഇരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സൊക്കെ അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരീട്ടോ. വർക്ക് ആകുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം.
ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യൽ കുറവാണ്. ഫൗണ്ടേഷൻ അല്ല, എല്ലാ കാര്യവും ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യൽ കുറവാണ് ഞാൻ. കാരണം ബ്ലെൻഡർ നമ്മളിടുന്ന പ്രൊഡക്ട്സൊക്കെ അങ്ങോട്ട് എടുക്കുന്ന മാതിരി തോന്നും എനിക്ക്. സോ ഇതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫൗണ്ടേഷൻ ഇച്ചിരി അധികം ഇട്ടുന്നത്. സോ നമ്മൾ കുറച്ച് എടുത്ത് കളയണമെങ്കിൽ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ബ്ലെൻഡർ യൂസ് ചെയ്യാം. സത്യം. ഓക്കെ, ഇപ്പം നമ്മൾ പാൻറ്റിൻ്റെ മാതിരി ആയിട്ടുണ്ടാവും, കണ്ണിൻ്റെ അടുത്ത് മാത്രം വേറെ കളർ. ബിക്കോസ് നമ്മൾ അവിടെ ഡാർക്കർ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് വൈ. ഓക്കെ, പിന്നെ ഞാൻ ഷോള് ഇങ്ങനെ ഇറക്കി ഇടുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലേക്ക് ഫൗണ്ടേഷൻ കൊടുക്കാത്തത്. യെസ്, ഇനി വേണേൽ കുറച്ച് കൊടുക്കാം, ഇനി എൻ്റെ മൈൻഡ് മാറിയാലോ. അപ്പോൾ പിന്നീട് ഞാൻ പിന്നെയും മെനക്കെടണ്ടേ, ഒരു മടി പിടിച്ച പരിപാടിയല്ലേ. നമുക്ക് തന്നെ ഇട്ടാളാം. ഓക്കെ ഓക്കെ, സോ ഫൗണ്ടേഷൻ ഡൺ. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ എടുത്തിട്ട് കളയാം. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് കൺസീലറാണ്. കൺസീലറിന് ഈ ടാർട്ടേൻ്റെ ഈ കൺസീലർ ഇതുണ്ടല്ലോ, എനിക്ക് കറക്റ്റ് ഷെയ്ഡായിരുന്നു കുറച്ച് കാലം വരെ, മുന്നേ വരെ. ബട്ട് ഇപ്പം ഞാൻ ടാൻ അടിച്ചു, അപ്പം ഇതിൻ്റെ കുറച്ച് ലൈറ്റർ ഷെയ്ഡായി. സോ നമ്മൾ ഈ ഡാർക്കർ ഷെയ്ഡ് ഈ ലൈറ്റർ ഷെയ്ഡിലേക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു കളർ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. കിട്ടേണ്ടതാണ്. ഇതൊക്കെ തീർന്നു ഗൈസ്. ബീയിങ് മേക്കപ്പ് ആർട്ടിസ്റ്റത്തെ ഒരു പൈസ ഒക്കെ നമുക്ക് കിട്ടും കുഴപ്പമില്ലാണ്ട്. പക്ഷേങ്കിൽ വേസ്റ്റ് പാർട്ട് എന്താ അറിയോ, ഇങ്ങനെ പ്രോഡക്ട്സ്, എക്സ്പെൻസീവ് പ്രോഡക്ട്സ് തീർന്ന് കാണുമ്പോൾ ഒരു സങ്കടം. ഒരു വർക്കിൻ്റെ പൈസ ഒക്കെ ഇതിനങ്ങോട്ട് പോകും. നമുക്ക് അത് മതി, ഇവിടെയും അത് മതി. ശരിക്കും ഇത്രേൻ്റെ ആവശ്യമില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് മുകളിലും വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അയ്യേ, സത്യം പറഞ്ഞല്ലേ, ഞാനിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് എടുക്കുമ്പോൾ സാധാരണ എൻ്റെ ഇത് കൊളാവാറാണ് പതിവ്. കാരണം എനിക്ക് ക്യാമറയിൽ നോക്കി മേക്കപ്പ് ഇടാൻ അറിയില്ല, എനിക്കിതിലൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണില്ലല്ലോ. എങ്ങനെയല്ലേ ഈ വ്ളോഗേഴ്സൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുക. അതുപോലെ തന്നെ ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയും, ഓ ഈ വലിയ ഇൻഫ്ലുവൻസറൊക്കെ അല്ലേ, ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ കേട്ടോ, നോർമലി പറയാം, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫാമിലിയിലൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ, ഓ എനിക്ക് പിന്നെ ഇപ്പോൾ ഡ്രസ്സൊന്നും വേണ്ടല്ലോ, എനിക്കെല്ലാം ഫ്രീ അല്ലേ, എനിക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടൂലേ. യെസ്, കിട്ടും. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ചിരിച്ച് കാണിച്ചു കൊടുത്താൽ എനിക്കാരും വെറുതെ തരൂലല്ലോ. എനിക്ക് സാധനം കിട്ടണേന് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും വീഡിയോ ചെയ്തോളൂ, നിങ്ങൾക്ക് സാധനം ഫ്രീ ആയി കിട്ടും. അല്ല പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം നമ്മളെന്തോ ഓസിക്ക് ചെയ്യുന്ന മാതിരിയാണ്. എനിക്കില്ലേ ഇപ്പം ആദ്യമൊക്കെ ഈ ഇൻഫ്ലുവൻസ് ഈ വീഡിയോ ഇടുന്ന ടൈമിൽ, ഫസ്റ്റ് വീഡിയോ ഇടുന്ന ടൈമിൽ, ഫസ്റ്റ് കൊളാബ് കിട്ടുന്ന സമയത്തൊക്കെ ഇത് വലിയ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കും, ഇങ്ങനെ വീഡിയോ, പോസ്റ്റ്, സ്റ്റോറീസൊക്കെ ഞാൻ ഫ്രീ ആയിട്ടൊക്കെ ആക്കി. കാരണം പ്രോഡക്റ്റ് കിട്ടിയാൽ മതി, കാരണം നമുക്ക് ഫ്രീ ആയിട്ട്. അതുവരെ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കൊതി വിട്ടുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ വെറുതെ കിട്ടല്ലേ. അപ്പോൾ എനിക്ക് ആക്രാന്തായിരുന്നു, അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാനും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോഡക്റ്റ് വേണ്ട, പ്രോഡക്റ്റ് ഞാൻ തിരിച്ചയച്ചു കൊടുത്താലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ മതി. അതാണ് നമ്മൾ പിന്നെ റിയലൈസ് ചെയ്യും, കാരണം ഇതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവും. ഫസ്റ്റൊക്കെ നമ്മൾ പെയ്ഡ് പോലും അല്ലാണ്ട് ചെയ്തിട്ട് എത്ര ടീംസ് എന്നെ വലിപ്പിച്ചിട്ടുണ്ടെന്നറിയോ. ഒരു മിനിറ്റ്, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അതിന് നമ്മൾ കൺസീലർ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഓ ഇവിടെ എന്താ, സെറ്റ് ചെയ്യാം. കുറേ നമ്മളെ ബ്രാൻഡ്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പെയ്ഡ് അല്ലാണ്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനോടൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ പേയ്മെൻറ്റ് ഇല്ലാണ്ട് ബാർട്ടറായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ നമ്മളെ മാക്സിമം ഒരു വലിപ്പിക്കും. ലൈക്ക് നമ്മൾ ചെയ്ത് ശരിയായില്ല, പ്രോഡക്ട്സ് ഇതിൽ ഭയങ്കര നല്ലോണം വിസിബിൾ അല്ല, അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുകയൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ കുറേ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഐ മീൻ അറിയില്ലായിരുന്നു,
ഞാനപ്പോൾ വിചാരിക്കും വലിയ പ്രൊഡക്റ്റ് തന്നല്ലേ, ഇവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടേ, അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി മാറ്റി പിന്നെയും എടുത്തു കൊടുക്കുന്നു. ഇത് PSന്റെ ആണ് കേട്ടോ, സെറ്റിംഗ് പൗഡർ, ഷെയ്ഡ് നമ്പർ 2 ആണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഗ്ലാസ് സ്കിന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാറില്ല. ബട്ട് ഇപ്പം നമുക്ക് സെറ്റിംഗ് പൗഡർ ഉണ്ടെങ്കിലൊക്കെ നിൽക്കും. കാരണം സെറ്റിംഗ്സ് ഇതിനെന്തെങ്കിലും പറയുക, ട്രാൻസ്ലൂസൻ പൗഡർ, യെസ് അതന്നെ. പിന്നെയല്ലേ ഞാൻ നോർമലി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഹാക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആകാൻ പറ്റുന്നത്. ഞാൻ മെയിൻലി ഈ സ്മൈൽ ലൈനും പിന്നെ ഈ അണ്ടർ ഐസും മാത്രമേ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം അത് മതി, ബാക്കി സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് വേർത്തിട്ട് എന്താ പറയുക, ഗ്ലോ ആയി നിന്നോട്ടെ. ആൻഡ് നമ്മളെ ടൈം ഏകദേശം ഇപ്പം വൈകുന്നേരം 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്തെ ജനലിൽ നിന്നും ആ ഭാഗത്തെ ജനലിൽ നിന്നുമാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. റിംഗ് ലൈറ്റ് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഞാൻ വാചകം മാത്രമാകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഇതും PSന്റെ തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ PSന്റെ പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ. ഈവൻ എൻ്റെ സെറ്റിംഗ് സ്പ്രേ വരെ എല്ലാം PSയാണ്. കുറേ ലിപ്സ്റ്റിക് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂടി എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ലൈറ്റ് പോവും, അതാണ് സംഭവം കവി ഉദ്ദേശിച്ചത്. ഐബ്രോ ആംഗിൾ നോക്കി ചെയ്യാം. അതിൽ നോക്കി ചെയ്താൽ ദിഗംബരനല്ല, പിള്ളേച്ചൻ. ഈ PSന്റെ പാലറ്റ് നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ. കാരണം ഇതിലത്തെ ഈ ഒരു ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡ് ആണ് ഓൾമോസ്റ്റ് നമ്മൾ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഇത് അടിപൊളിയാണ്. ഞാൻ എൻ്റെ ബ്രൈഡ്സിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും ആ ഒരു ബ്ലാക്ക് എടുക്കാണ്ട് ആ ഒരു ബ്രൗൺ എടുക്കാൻ ട്രൈ ചെയ്യുക. അതാകുമ്പോൾ ഒരു നാച്ചുറൽ സംഭവം കിട്ടും. ഇതിൻ്റെ കട്ടിയുണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ എന്താ അറിയില്ല, എൻ്റെ 2 സൈഡിലും കണ്ടോ, അവിടെ ഇവിടെയും എനിക്ക് ജന്മന പിരികില്ല. പിന്നില്ലേ, നമ്മളിനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഇതുപോലൊരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ ഇടേണ്ടതാണ്. കാരണം ഇടണമല്ലോ, ഒക്കെ രസമല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് കണ്ടു പോകാണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിനെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യും. ഒന്ന് ആ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വരുമ്പോൾ കാണാമല്ലോ. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ നമുക്ക് കുറച്ച് ഹെവിയിൽ പോകണമെങ്കിൽ ഞാൻ പാലറ്റ് എടുത്തിട്ട് വരാം. സോ നമുക്കിവിടെ റെവല്യൂഷൻ ഉണ്ട്, ഫോറെവർ 52 ഉണ്ട്, ഹുദ ബ്യൂട്ടി ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ആർഭാടായിട്ടുള്ള ഐ ഷാഡോ അല്ല ഐ ലുക്ക് എനിക്ക് അങ്ങനെ രസമുണ്ടാവില്ല. സോ നമുക്ക് സിമ്പിളായിട്ടുള്ള തന്നെ ചെയ്യാം. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡിൽ നിന്ന് ഇന്ന് മാറ്റി പിടിക്കും. നമുക്ക് കുറച്ച് ബ്രൗൺ കൊടുക്കാം. സോ ഞാൻ ഈ ഒരു ബ്രൗണ് ആദ്യം ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അശപീഷായോ? ഞാനില്ലേ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുകയാണ്. എന്നാൽ എനിക്ക് ആ സമയം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ അല്ലേ, സംതിങ് ക്രിയേറ്റീവായിട്ട്. ഇങ്ങനെ ഉറങ്ങിയിട്ട് എനിക്ക് എന്താ കിട്ടുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഉറങ്ങിയിട്ടാണോ അറിയില്ല, ഞാൻ നല്ല വെയിറ്റ് വെക്കുന്നുണ്ട്. 53 ഞാൻ 55 ആയി. പിന്നെ വേറൊരു ഉപകാരം എന്താ വെച്ചാൽ അതിൽ ഞാൻ പോവില്ല. 55, 56 പിന്നെ ഞാൻ താഴോട്ട് വരും, പിന്നെ ഞാൻ മേലോട്ട് പോകും. അങ്ങനെ ഒരു ബാലൻസിങ് കളിയാണ് എൻ്റെ വെയിറ്റിൻ്റെത്. സോ നമ്മൾ ഈ ബ്രൗൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ബ്രൗൺ കൊടുക്കാം. ആൻഡ് ആ ബ്രൗണ് നമുക്ക് എവിടെ ഉള്ളതെന്ന് ആദ്യം തപ്പി കണ്ടുപിടിക്കണം. ഇത് LFൻ്റെ ഒരു പാലറ്റാണ്. ഇത് കുഞ്ഞാണെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരൊറ്റ പാലറ്റിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ നല്ലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഇവിടെയും നല്ലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് രണ്ടും പൊട്ടിപ്പോയി. ബാക്കിയുള്ള ഷെയ്ഡ്സ് തീരാത്തതുകൊണ്ട് വാങ്ങാനും തോന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പിശുക്കത്തരം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പിശുക്കാന്ന്. പക്ഷേ അല്ല കേട്ടോ, ഞാൻ നല്ലപോലെ സ്പെൻഡ് ചെയ്യും. നല്ലപോലെ പറഞ്ഞാൽ നല്ലോണം സ്പെൻഡ് ചെയ്യും. 1 ഉറുപ്പ്യ കിട്ടാൻ ഞാൻ 2 ഉറുപ്പ്യ സ്പെൻഡ് ചെയ്യും. 1 ഉറുപ്പ്യ കിട്ടാൻ 10 ഉറുപ്പ്യ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി കടാക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം.
ഗായ്സ്, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ മൈക്ക് വാങ്ങി. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിനു ഇറങ്ങി ഗൈസ്. സോ ഇനി നമ്മൾ ഈ ഗ്ലിറ്ററി ഷെയ്ഡാണ് ഇടുന്നത്. അതോ ഈ പാലറ്റിലുള്ള വേറെ ഏതെങ്കിലും ഷെയ്ഡ് വേണോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കൊള്ളാവുന്ന രീതിയിലൊക്കെ നോക്കി ചെയ്യാം. ഗുഡ്. ഞാൻ നോർമലി ഇല്ലേ, എനിക്ക് കല്യാണത്തിന് പോവാണെങ്കിലും എൻ്റെ നിക്കാഹിന് വരെ ഞാനാട്ടോ മേക്കപ്പ് ചെയ്തത്. പക്ഷെ ഞാൻ അങ്ങനെ ഗ്ലിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഐ എം സ്കേഡ്. എന്താ സ്കേഡ് നിങ്ങൾ വിചാരിക്കും? അതിൻ്റെ അടുക്കൊരു മിനിറ്റ്. ഈ പാലറ്റ്, ഈ ഐബ്രോ ഫില്ല് ചെയ്യാൻ എടുത്ത പാലറ്റ് തന്നെയുള്ള ഈ ഒരു ഷെയ്ഡില്ലേ ബ്ലാക്ക്, അത് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ചെറുങ്ങനെ സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിടക്കട്ടെ. അപ്പം നിങ്ങൾ ബാക്കി പറയാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഒരു വെഡ്ഡിങ് ലുക്കില്ലേ, ഒരു മേക്കപ്പ് ലുക്ക്. അതെങ്ങനെയാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞു കൊടുത്താലും ഒരതന്നെ എനിക്ക് ചെയ്ത് തരുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൻഡ് പിന്നെന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ഓക്കെ, പക്ഷേ ഹെയർ എങ്ങനെ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. സോ ഹെയർ എനിക്കൊരാൾ ചെയ്തു തന്നാണ് കേട്ടോ. ഞാൻ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചു, ഹെയർ ചെയ്തു തന്നു. തലേന്നത്തെ പരിപാടിൻ്റെതൊക്കെ ഉമ്മ എനിക്ക് ക്രിംപ് ചെയ്ത് തന്നു. അത് ഞാൻ തന്നെ സെറ്റാക്കി. പിന്നെ അന്ന് എനിക്ക് എല്ലാത്തിനോട് ടൈം സെറ്റ് ആവില്ല എന്ന് തോന്നിയോണ്ട് ഒരാളെ വിളിച്ചു. ശരിയുടെ അത് ഭയങ്കര സൂപ്പറായി ചെയ്തു തന്നു. ഞാൻ കുറേ പ്രാവശ്യം എന്താ അങ്ങനെ ഇതിങ്ങനെ മതി അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കല്യാണം വരുമ്പോഴും ആളെ തന്നെ വിളിക്കണം ഇൻഷാ അല്ലാ. നമ്മൾ കുഞ്ഞ് സ്മോക്കിയാണ് ഉദ്ദേശിച്ചത്, അതായിട്ടുണ്ട് ഏകദേശം. ആൻഡ് ഇനി നമുക്ക് മസ്കാര ഇടാം. അതിൻ്റെ മുന്നേറ്റ് ഞാനിത് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു 2 മസ്കാര കേട്ടോ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആണിത്, ഇബ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു മസ്കാര. ഇത് നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ലാഷിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് ബേസ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറമെ ഇതിട്ടാൽ എന്തായി, ഒട്ടിപ്പിടിക്കില്ല, വോളിയം കിട്ടുകയും ചെയ്യും. കാരണം ഈ ഒരു പനോരമയില്ലേ, ഇത് നമ്മളെ ലാഷും കൊണ്ട് പറഞ്ഞാൽ പോകും, സങ്കടം വരും. ആകെ 2-3 ലാഷേ ഉള്ളൂ, അതുകൂടി കൊണ്ട് ഇത് പോയാലെങ്ങനെ ശരിയാവും. സോറി ഞാൻ ഫസ്റ്റ് എനിക്കൊരു ദിവസം ഒരു ബ്രൈഡൽ ലുക്ക് ചെയ്യണമെന്നുണ്ട്. മേക്കപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. ഐ വിൽ ഇൻഷാ അല്ലാ. ഗൈസ്, ഇതിൻ്റെ ഒരു വിയേർഡ് പാട്ട് എന്താ പറയുക മേക്കപ്പ് ഇടുമ്പോൾ? ഞാൻ മസ്കാര, ഐ ഷാഡോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഐലൈൻ ചെയ്യുക. ഓക്കെ? കാരണം എന്താ പറയുക, നമ്മൾ ഐലൈനർ ഇടുന്നത് എന്തിനാ? നമ്മളെ ലാഷ് കുറച്ച് കട്ടിയുണ്ടെന്ന് തോന്നിക്കാൻ. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അങ്ങനെയാണെന്ന്. എൻ്റെ മുഖം നല്ല മെലിഞ്ഞു പോയില്ലേ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ബോഡി മെലിയൊന്നും ഇല്ലല്ലോ, അത് പോട്ടെ. അപ്പം നമ്മൾ മസ്കാര ഇട്ട് കഴിയുമ്പം ലാഷ് കുറച്ചൊന്ന് വളയൂലേ, വളഞ്ഞു നിൽക്കില്ലേ കുറച്ച്. അപ്പം ആ ഒരു സംഭവം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇടും. അപ്പം എന്താക്കും, ആ ലാഷിൻ്റെ കറക്റ്റായിട്ട് കിട്ടും എനിക്ക്. അതിപ്പോൾ ഞാൻ കണ്ടോ? അപ്പം ഞാൻ ഇതിൽ നോക്കിയിട്ടില്ലെങ്കിൽ കോളാക്കി കൈ കിട്ടി. ഞാൻ ഇവിടെ ഒരു കുത്തു കൊടുക്കലുണ്ട് കേട്ടോ. അതെന്തിനാന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സൊക്കെ എടുക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ലിപ്പൊന്ന് ലൈൻ ചെയ്തെടുക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ? ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ലിപ്പ് ലൈനറാണ്, ഷെയ്ഡ് ബ്ലഡ് ബാത്ത്. ഞാൻ എന്താ മിണ്ടാണ്ടെടുക്കുന്നത് നിങ്ങൾക്കറിയാം? കാരണം നിങ്ങൾക്ക് മേക്കപ്പ് ഇടുമ്പോൾ എന്തില്ല, ചിലർക്ക് ഐലൈനർ ഇടാനായിരിക്കും അങ്ങനെ കുറേ സമയം എടുക്കുക. പക്ഷേ ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ലിപ്പ് ലൈൻ ചെയ്യാൻ. കാരണം എൻ്റെ മുകളിലത്തെ ചുണ്ട് ചെറുതാണ്. സോ ഞാനത് കുറച്ച് കയറ്റുക ചെയ്യാം. അപ്പോൾ അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ വിയേർഡാവും. ഓക്കെ, ഡൺ. പുറമൊക്കെ വേദന ആവുന്നത്. ഞാൻ ചാരി ഇരിക്കുന്ന മറ്റേ സ്ട്രീമേഴ്സൊക്കെ ഇരിക്കുമല്ലേ, നമ്മളെ തൊപ്പിൻ്റെ ഒക്കെ ചെയറില്ലേ, അങ്ങനത്തെ ഒരു ചെയർ വാങ്ങണം ഇനി മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാൻ. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ കുറച്ച് ഡാർക്ക് ആയില്ലേ ഗൈസ്. സോ നമുക്ക് വേഗം പരിപാടി ചെയ്ത് തീർക്കാം. ഇനി കുറച്ച് വാചകം കുറച്ചിട്ട് ആൻഡ് നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാം. അതിന് ഞാൻ മെബിലൈൻ്റെ വീണ ലിങ്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇത് ഇൻസൈറ്റിൻ്റെതാണ്. നമുക്ക് അത് വേണ്ട, കുറച്ച് ഡബ്
നല്ല രസമല്ലേ ഈ ഷെയ്ഡ്? യെസ്, ഇറ്റ്സ് അടിപൊളി. നെക്സ്റ്റ് നമുക്ക് ലിപ് ഗ്ലോസ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വർത്താനം പറയാൻ ഒരു സുഖം കിട്ടില്ല. ഇനി നമ്മൾ ബ്ലഷ് ആട്ടോ ഇതെടുത്തിട്ടുള്ളത്. ഇതും ഫോറെവർ 52ൻ്റെതോ റെവല്യൂഷൻ്റെ ആണ് എനിക്ക് തോന്നുന്നത്. എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കെ ബ്യൂട്ടിൻ്റെ ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. സോ നമ്മൾ നല്ലതല്ല, നമുക്ക് നല്ല ഗ്ലോ കിട്ടും. ഗ്ലോ കൂടിയപ്പം ബ്ലഷ് കുറഞ്ഞു. സ്വാഭാവികം. എല്ലാം ഒരു ബാലൻസിങ് കളിയാണ് ഗൈസ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇപ്പം തന്നെ ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നും. ബട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. ഞാൻ നോർമലി ഇല്ലേ ബ്ലഷ് ഇങ്ങനെ അല്ല ഇട്ടിടുക. ഈ ഇങ്ങോട്ട് ഞാൻ ഇടലില്ല, ജസ്റ്റ് ഇവിടെ 2 ഡോട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ ലിഫ്റ്റ് ചെയ്യലാണ് പതിവ്. അപ്പം കുറച്ചിങ്ങനെ കയറി നിൽക്കും. ബട്ട് ഇപ്പം എൻ്റെ മുഖം എനിക്കെന്തോ മെലിഞ്ഞ പോലെ തോന്നിയിട്ട് കുറച്ചൊന്ന് ചബിയായി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ബ്ലഷ് ഇട്ടു. ഇതല്ല രസമല്ലേ? ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ പാലറ്റാണ്. ഇതിലത്തെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ അടിവശത്ത് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. തിങ്കൾ തീരെ നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇട്ടെടുക്കാം. കമ്മൽ എൻ്റെ പെണ്ണ് കട്ടുണ്ട് പോയി, എൻ്റെ പെണ്ണ് ബ്രാണ്ടി കുപ്പി, എൻ്റെ അമ്മ കുടിച്ച് തുപ്പിനാ കുടിച്ച് തീർത്തുനാ. ഓക്കെ, നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ വാട്ട് അത് നമുക്കില്ലേ വാട്ടർ ലൈൻ ചെയ്യാം. വാട്ടർ ലൈൻ ചെയ്യാൻ ഞാനൊരു ന്യൂഡ് കാജൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നോക്കി ചെയ്യട്ടെ, നല്ലൊരു സുഖമല്ല. പിന്നെ നമ്മൾ കണ്ണിൻ്റെ ഇവിടെയും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നോസ് നമുക്ക് ചെറുങ്ങനെ കോണ്ടോർ ചെയ്ത് കൊടുക്കാം, കാരണം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. സോ ആൾക്കാർ കണ്ട് അയ്യേ ഇവിടെ കൊല്ലം എന്താന്ന് പറയാൻ പോകുന്നില്ല, യുനോ. സോ ഈ പറഞ്ഞാലും എനിക്ക് വലിയ ഇതിലൊക്കെ ഇട്ട് എന്ത് കാലേ മേക്കപ്പ് ഒരു സംഭവം. അങ്ങനെ നമ്മൾ ഏകദേശം മേക്കപ്പ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ലിപ് ഗ്ലോസും കൂടി ഇടാം. ഇതും കൂടി ഇടുമ്പോൾ അടിപൊളിയാവും. എന്തിനാ നൈസല്ലേ? ഇത് അടിപൊളിയാട്ടോ. ഇതിൻ്റെ വേറെ വീഡിയോ ചെയ്തുതരാം, കാരണം ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. എല്ലാം ഞങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ച് തന്നിട്ട് വീഡിയോ ചെയ്യാം. സോ നമ്മളെ മേക്കപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിച്ചു. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. കാലിൻ്റെ മുകളിൽ എന്താ തിളങ്ങാത്ത? ഞാൻ തിളയ്ക്കാണല്ലോ. ഇപ്പോഴാണ് തിളങ്ങുന്നത്. അടിപൊളിയായില്ലേ? സോ നമുക്കിനി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. ടാ, അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഓൾസോ ഞാൻ ലെൻസ് വെച്ചു, പിന്നെ ഞാൻ മൂക്കുമ്മലൊരു സൂത്രട്ടു. ഓൾസോ ഐ ആഡഡ് കുറച്ച് ജ്വല്ലറി. അപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓൾസോ ഞാൻ ഇനി എന്ത് വീഡിയോ ഇടണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ഐ വിൽ ട്രൈ ടു ഡു മൈ ബെസ്റ്റ്. ഓക്കെ, എന്തായാലും ഇൻഷാല്ല എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടണം എന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്കെന്താ ഇടേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും വീഡിയോ കാണാനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുമ്പോൾ തന്നെ കമൻറ്റ് ഇട്ടോളി, ഞാൻ ചെയ്യാം. ഓൾസോ എൻ്റെ ഹസ്ബൻഡ് അനുമായിട്ട് ഞാൻ എന്തെങ്കിലും നമ്മൾ രണ്ടാളായിട്ട് എന്തെങ്കിലും വീഡിയോ ഇടണമെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. ലൈക്ക് Q&A അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ ഇൻഷാല്ല. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹിച്ച് നിന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ബൈ.